अहल्या द्रौपदी सीता तारा मंठोदरी तथा पंचकन्यां स्मरेत् नित्यं महापापविनाशन। अमरपतिसुत अरुणनन्दन अनुपम बलशाली समर समये सकल वैरिകൾ തൻ അർത്ഥബലമേകും താരാപതിയെ അംഗദ പിതാവേ സുഗ്രീവ ഭ്രാതാവേ ശ്രീരാമ ശരമേറ്റ് മുക്തി പ്രാപിച്ച ബാലിയെ നമിക്കുന്നേ. കിഷ്കിന്ധാധിപൻ വിജയിക്കട്ടെ. പ്രിയേ, പ്രിയനെ, അങ്ങ് അക്ഷമനായി കാണപ്പെടുന്നല്ലോ. എന്താണ് അങ്ങയെ അലട്ടുന്ന വിഷയം? എന്റെ പ്രിയൻ എന്തിനാണ് കച്ച കെട്ടുന്നത്? ഭവതി അറിഞ്ഞില്ലേ? ആ ധിക്കാരി ചതിയൻ പലവട്ടം മല്ല യുദ്ധത്തിലും ആയുധബല പരീക്ഷണത്തിലും തോറ്റോടിയിട്ടും വീണ്ടും വന്ന് നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇന്നു തന്നെ അവന്റെ കഥ നാം തീർക്കുന്നുണ്ട്. സ്വസഹോദരൻ സുഗ്രീവനെ കുറിച്ചാണോ പറയുന്നത്? ജ്യേഷ്ഠാനുജന്മാർ അന്യോന്യം സ്നേഹ ബഹുമാനങ്ങളോടെ വാഴുന്നതാണ് കുടുംബത്തിനും രാജ്യത്തിനും ശ്രേയസ്കരമെന്ന് എന്റെ പ്രിയതമൻ മനസ്സിലാക്കണം. സുഗ്രീവന്റെ ഈ തിരിച്ചുവരവ് എന്തുകൊണ്ട് എന്നതുകൂടി ആലോചിക്കേണ്ടതില്ലേ? എന്താലോചിക്കാൻ? അവന്റെ കാൽ പിടിച്ച് ചുഴറ്റി നിലത്തടിക്കുകയോ കൈ പിടിച്ച് തിരിച്ച് ശിരസ് നിലം മുട്ടിക്കുകയോ ചെയ്യാൻ എനിക്ക് നിമിഷങ്ങൾ മതി. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ കൂറ്റൻ വൃക്ഷം തന്നെ പിഴുതെടുത്ത് ആ ശിരസ് തന്നെ ഇല്ലാതാക്കാം. ഹരിത്, ഹരിത്, അങ്ങ് ക്ഷോഭം മൂലം അങ്ങയുടെ വിവേകം കൈവെടിയരുത്. അങ്ങക്ക് എന്റെ പ്രിയം രക്ഷിക്കണമെന്നും ഞാൻ ഹിതമേ പറയൂ എന്നതിനാൽ എന്റെ വാക്ക് തള്ളിക്കളയുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്നത് ഗൗരവത്തോടെ എടുത്താലും. പലവട്ടം തോറ്റോടി ബാലിയെ ഭയന്ന് ഋഷ്യമൂകാചലത്തിൽ കഴിഞ്ഞു വരുന്ന അദ്ദേഹം അങ്ങയെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നെങ്കിൽ എങ്ങനെ, എന്തുകൊണ്ട് ഈ ധൈര്യം പെട്ടെന്ന് വന്നുവെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങ് കോപം മാറ്റിവെച്ച് ഒന്ന് ചിന്തിക്കൂ. പെട്ടെന്ന് യുദ്ധത്തിന് പോകരുതെന്നാണ് എന്റെ അപേക്ഷ. താരേ, ഭവനിക്കിത് എന്തു പറ്റി? ധൈര്യവാനും ബലവാനുമായ ഞാൻ ആ വെല്ലുവിളി കേട്ട് കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കണമെന്നോ? സുശീലേ, കൈവിടൂ. നിനക്ക് എന്നോടുള്ള സ്നേഹവും ഭക്തിയും നാം അംഗീകരിക്കുന്നു. ചന്ദ്രനെ പോലെ തിളക്കമുള്ളവളാണു നീ. എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ മനസ്സിലാക്കുന്നവളുമാണ്. എന്റെ എല്ലാ ചിന്താഗതികളും കൃത്യമായി മനസ്സിലാക്കുന്ന ബുദ്ധിമതിയാണു നീ. ആര് നേരിട്ടെതിർത്താലും അവരുടെ പാതി ബലവും എന്നിലേക്ക് ലയിക്കുന്ന ആ ദിവ്യ ശക്തിയും പിതാവ് ദേവേന്ദ്രൻ സമ്മാനിച്ച ഈ പൊൻ താമരമാലയും എന്റെ പക്കൽ ഉള്ളിടത്തോളം കാലം ഈ ബാലി ആരെ ഭയക്കണം? പ്രിയേ, വഴിയൊരുക്കൂ. അങ്ങ് കേൾക്കണം. നമ്മുടെ പുത്രൻ അംഗദൻ സഞ്ചാരത്തിനിടയിൽ ലഭിച്ച വാർത്ത എന്നോട് പങ്കുവച്ചിരുന്നു. അയോധ്യാധിപതിയായ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയ രാമഭഗ്നി സീതയെ അന്വേഷിച്ച് ദണ്ഡകാരണത്തിലെത്തി അവിടെ സുഗ്രീവനുമായി സഖ്യം ചേർന്നുവെന്നാണ് വിവരം. എന്നെയും മകൻ അംഗദനെയും മാത്രമല്ല, ഈ കിഷ്കിന്ധയുടെ ആകെ സംരക്ഷണവും ക്ഷേമവും അങ്ങയുടെ കരങ്ങളിലാണ് എന്ന ചിന്ത വേണം. എന്തായാലും ഇന്ന് യുദ്ധത്തിന് പുറപ്പെടേണ്ട. ആലോചിച്ച് നാളെയാകാം. കൊള്ളാം, കൊള്ളാം. ചാരന്മാരിൽ നിന്ന് ഞാനും കേട്ടിരുന്നു വിവരം. ശ്രീരാമചന്ദ്രൻ നാരായണ അവതാരമാണ്. ദുഷ്ടരെ വധിച്ച് ഭൂഭാരം തീർത്ത് ധർമ്മത്തെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ജന്മം കൊണ്ടിരിക്കുന്നത്. രാക്ഷസരുടെ രാജാവായ രാവണനെ പണ്ട് അടിയറവ് പറയിച്ചയാളാണ് ഞാനെന്ന് ശ്രീരാമൻ അറിയാം. ആദ്യം ശ്രീരാമൻ എന്നെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇതിനകം സീതാദേവിയെ വീണ്ടെടുത്തേനെ. ആ സുഗ്രീവനെ കൊണ്ട്
ശ്രീരാമൻ എന്ത് കാര്യം? അതിനാൽ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടട്ടെ. ഭവതി എനിക്ക് അനുമതി നൽകിയാലും. കച്ചമുറുക്കി പുറപ്പെട്ട അങ്ങയ്ക്ക് നാം മംഗളം നേരുന്നു. അങ്ങയുടെ വിജയവാർത്ത കേൾക്കും വരെ ഈ ഉള്ളവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്നേഹം പോലെ, നാം കൊണ്ടു നടക്കുന്ന സത്യം പോലെ, നാം മുറുകെ പിടിച്ചിരിക്കുന്ന ധർമ്മം പോലെ അങ്ങേർപ്പെടുന്ന ഈ യുദ്ധവും വിജയിക്കുക തന്നെ ചെയ്യും. താരേ, ഭവതിക്കിതാ ഞാൻ വാക്കു തരുന്നു. സത്യവും ധർമ്മവും ഒരിക്കലും ഞാൻ കൈവെടിയില്ല. ഹോ രാമ! എന്നെ മുക്തരാക്കിയാലും, എന്നെ മുക്തരാക്കിയാലും നാഥ, നാഥ, നാഥ. പ്രിയനെ, ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യ വിയോഗ ദുഃഖം? ധ്യായതോ വിഷയാൻ പുംസഃ സംകാസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി.